ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മാർഗരറ്റ് എന്ന പെൺകുട്ടി അവളുടെ പിതാവിൻ്റെ കൂടെ സായാഹ്ന വേളകളിൽ നടക്കുവാൻ പോകുമായിരുന്നു. അവർ സാധാരണ പോകാറുള്ള വഴിയിൽ പൊക്കം കുറഞ്ഞ ഒരു മതിലുണ്ട്. അതിൻ്റെ മുകളിലൂടെ നടന്നു പോകുമ്പോൾ മാർഗരറ്റിൻ്റെ പിതാവ് അവളുടെ കൈക്ക് പിടിക്കും. അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ ആ പിതാവ് ചാടിയിറങ്ങും. എന്നിട്ട് കൈ നീട്ടും. അവൾ തൻ്റെ പപ്പയുടെ കൈകളിലേക്ക് ചാടും. യാതൊരു പേടിയും അവൾക്കുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവളുടെ പിതാവ് പറഞ്ഞു, മോളെ, നീ ഒരു വലിയ പെണ്ണായില്ലേ, ഇങ്ങോട്ട് ചാടിയിറങ്ങൂ. എന്നാൽ അവൾക്ക് പേടിയാണ് ചാടാൻ. അവൾ താഴേക്ക് നോക്കി. ഒട്ടും ധൈര്യമില്ല. ആ പിതാവ് മകളോട് പറഞ്ഞു, നീ ആ മതിലിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് താഴേക്ക് നോക്കൂ. വെറും 2 അടി മാത്രമല്ലേയുള്ളൂ താഴ്ച. മാർഗരറ്റിന് കാര്യം മനസ്സിലായി. അവൾ എഴുന്നേറ്റ് നിർഭയം ചാടിയിറങ്ങി. അവളുടെ പിതാവ് ഒരു ഉപദേശം കൂടി നൽകി. നമ്മൾ ചാടുന്നത് കാലുകൊണ്ടാണ്, കണ്ണുകൊണ്ടല്ല. ഭയമുണ്ടാകുമ്പോൾ നമ്മിൽ പലരും കാലുകൊണ്ട് ചാടുന്നതിന് പകരം കണ്ണുകൊണ്ട് ചാടാൻ നോക്കുന്നവരാണ്. വിവേകത്തിൻ്റെ സ്ഥാനത്ത് പലപ്പോഴും വികാരങ്ങളായിരിക്കും നമ്മെ ഭരിക്കുക. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. തൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് വിശുദ്ധ പൗലോസ് തീമോത്തിയോസിന് നൽകുന്ന ഉപദേശമാണിത്. ഭീരുത്വത്തിൻ്റെ ആത്മാവ് അനാരോഗ്യകരമായ ഉത്കണ്ഠ ഉളവാക്കുന്നു. അത് മനുഷ്യനെ നിരാശയിലേക്ക് നയിക്കും. ഭാവിയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചാലകശക്തി. അപകടങ്ങളെക്കുറിച്ചുള്ള വിവേകമാണ് ധൈര്യം. 2 തിമോത്തിയോസ് 1:7. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയത്രേ ദൈവം നമുക്ക് തന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.